വ്യൂവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, പിന്നെ എന്താണ് ഒരു സപ്പോർട്ട് ഒരു മനുഷ്യരില്ല, കമന്റ് ഇല്ല, കാശ് വാങ്ങാൻ മിനി മടി ഈ മടിയൊക്കെ കിട്ടി തുടങ്ങി വന്ന്. പീള് ചേച്ചിനെയൊക്കെ സമ്മതിക്കണം. പീള് ചേച്ചിയൊക്കെ ഈ പിള്ളേരെ 2 പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ദുർഗാസ് വേൾഡ്. അപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. നല്ല സൂപ്പർ മഴ പെയ്യാൻ തുടങ്ങുന്നു കേട്ടോ. ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നതെന്ന് കേട്ടോ. ഇത്രയും ദിവസം ഈ മഴയ്ക്ക് പെയ്യണ്ടായിരുന്നു. ഞാൻ ഇനി നിങ്ങൾ എങ്ങനെ കേൾക്കും ഞാൻ പറയുന്നത്? പ്രകൃതി പോലും എന്നെ ചതിക്കുകയാണ് ഗൈസ്. നോക്ക് എന്തൊരു മഴയും കാറ്റ് വന്ന്. വീണ്ടും ഒരു ഹായ്. കാരണം മഴ ഒരുവിധം ഒന്ന് സഹകരിച്ചു, മഴ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വലിച്ചു നീട്ടാതെ നമ്മുടെ വിഷയത്തിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, കുറേ ആൾക്കാർ നേരിട്ട് കാണുമ്പോഴായാലും ഇൻസ്റ്റഗ്രാമിലായാലും കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ടായാലും നമുക്കിട്ടൊരു താങ്ങ് തരുന്നുണ്ട്. പടം വരയ്ക്കും. ഇതൊന്നും നടക്കത്തില്ല. ഒരു കാരണം വെച്ചാൽ ഈ പിള്ളേരെ ഒന്നും കൊണ്ട് ഈ വീഡിയോ അടക്കം നടക്കത്തില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയല്ലോ. കാശ് വാങ്ങാൻ മിനി മടി ഈ മടിയൊക്കെ കിട്ടി തുടങ്ങി വന്ന്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം, നമ്മൾ ടിക്ടോക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം ചെയ്തിട്ട് നമ്മൾ പ്രൈവസി ആക്കിയില്ല. നമുക്ക് പബ്ലിക്കാക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അന്ന് ഈ ആൾക്കാരൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതായിരുന്നു മനസ്സിൽ. പിന്നെ ടിക്ടോക്കിൽ അങ്ങോട്ട് പബ്ലിക്കൊക്കെ ആയി ഫേമസ് ആയി വന്നപ്പോഴത്തേക്കും ടിക്ടോക്ക് കളിയാൻ നമ്മളെയൊക്കെ വിട്ടിട്ട് പോയി. ടിക്ടോക്ക് കളിയാൻ ബാനായി പോയി. ഭയങ്കര ഡിസ്റ്റർബൻസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, കതവ് തുറക്കുന്നു, അടയ്ക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. പീള് ചേച്ചിനെയൊക്കെ സമ്മതിക്കണം. പീള് ചേച്ചിയൊക്കെ ഈ പിള്ളേരെ 2 പിള്ളേരെയൊക്കെ കൊണ്ട് എങ്ങനെ വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ ഒന്നിനെ കൊണ്ട് പറ്റണില്ല. സോളിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിക്കൂടെ എന്ന്. ആ ഒരു ധൈര്യത്തിൽ കയറി തുടങ്ങിയിട്ടോ എന്തൊക്കെയോ ഇടാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് ഞാനങ്ങ് സീരിയസ് ആയി. വീഡിയോസൊക്കെ ചെയ്യണം, റീച്ച് ആവണം, പൈസ കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത. അങ്ങനെ കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ വീണ്ടും യൂട്യൂബ് ചാനലൊക്കെ അതിൻ്റെ വഴിക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ പറയും, ഞാനിനി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, എന്തോ ചെയ്യും അമ്മ. അപ്പോൾ അമ്മ പറയും, നീ എന്തേലുമൊക്കെ നീ എന്തേലും കാലത്തൊരു മീൻകറി ഉണ്ടാക്കുന്നതാണെങ്കിലും എടുത്തിട്. ഞാൻ പറഞ്ഞാൽ എന്തോ ഇട്ടിട്ടും കാര്യമില്ല, വ്യൂവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, പിന്നെന്താണ് ഒരു സപ്പോർട്ട് ഒരു മനുഷ്യരില്ല, കമൻ്റ് ഇല്ല. അപ്പോൾ അമ്മ പറയും, ഇതൊന്നും വേണ്ട, നീ നിൻ്റെ സന്തോഷത്തിന് നിനക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നീ ചെയ്യ്. കുറേ കാലം കഴിയുമ്പോൾ നിനക്കത് കാണാമല്ലോ എടുത്ത്. നമ്മളൊക്കെ പറയും പോലെ നമ്മളൊക്കെ ഒരു 10-40 വയസ്സാവുമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ മക്കൾ വളർന്ന് വലുതാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കാണാനായിട്ടുള്ളൊരു ക്യൂട്ട് മെമ്മറീസാണ് ഈ ഡേ ഇൻ മൈ ലൈഫും പിന്നെ നമ്മളേതെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുന്ന വീഡിയോസും ഒക്കെ ചെയ്തിടണം. അപ്പോൾ ഞാൻ അത് സീരിയസ് ആയിട്ട് എടുത്തു. ശരിയാണല്ലോ, ഞാൻ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ അപ്പം എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിൻ്റെയൊക്കെ ആഗ്രഹമൊക്കെ ഇങ്ങ് മാറി. എനിക്ക് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇടുന്നു. അതാണ് സത്യത്തിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് കാരണം. പിന്നെ മോണിറ്ററൈസേഷൻ ആയോ എന്നുള്ളവരുടെ അടുത്ത് പറയാനുള്ള മറുപടി, മോണിറ്ററൈസേഷൻ ആവാനൊക്കെ കുറേ കടമ്പകളുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഒരു ഏകദേശം എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ കുറച്ചുകൂടെയൊക്കെ പോയാൽ അവിടെ എത്തും. ഞാൻ വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എനിക്കങ്ങനെ വീഡിയോസ് ചെയ്തുള്ള പരിചയമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പിന്നെ എനിക്ക് നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്കൂൾ മേറ്റ്, 1-2 പേരും കുറേ കാലം, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷം ഗ്യാപ്പുണ്ട്, ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്കൊരു കോൾ വരുന്നു. അശ്വതിയല്ലേ? ഞാൻ പറഞ്ഞാൽ അതെ. ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ടടി, നിനക്ക് എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല, എൻ്റെ പേര് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറഞ്ഞു കേട്ടോ. ജയശ്രീ, ഫസ്റ്റ് വിളിച്ച എന്നെ ജയശ്രീ എന്ന് പറഞ്ഞ ഫ്രണ്ടായിരുന്നു. ഞാൻ ഭയങ്കര സർപ്രൈസായി. കാരണം ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു ഫ്രണ്ടായിരുന്നു. അപ്പം അവൾ എനിക്ക് മെസ്സേജ് എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ചാനലൊക്കെ കാണാറുണ്ട്, നല്ല രസമുണ്ട്, നീ ചെയ്യണേ, കണ്ടിന്യൂ ചെയ്യണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സപ്പോർട്ടായിട്ടുള്ള കുറേ ആൾക്കാർ നമുക്ക് ചുറ്റിനും വരുമ്പോൾ നമുക്കിത് കുറച്ചുകൂടെ ഒരു
ഇൻസ്പിറേഷൻ അല്ലേ ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ കുറേ മെമ്മറീസ് ഉണ്ട്. അപ്പം എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ഓരോരുത്തരൊരു വീഡിയോ ചെയ്യുന്നതാണെങ്കിലും, നമ്മളിപ്പോൾ ഒരു കളറ് ചെയ്യുന്നതാണെങ്കിലും, ട്രാവൽ പോകുന്നതാണെങ്കിലും, നമ്മൾ ഫുഡ് കഴിക്കുന്ന, നമ്മളിടുന്ന ഡ്രസ്സ് എല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അപ്പം അവരൊരു ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വന്ന് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറയാം, അല്ലാണ്ട് നമ്മളിങ്ങനെ തെളിർത്തുന്ന രീതിയിലൊന്നും പറയാതിരിക്കുക കേട്ടോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇനിയിപ്പം വീഡിയോസ് ഓരോന്ന് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അതുപോലെ കിട്ടിയാലേ ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പോൾ അതുപോലെ വീഡിയോസ് ചെയ്യാൻ നിങ്ങൾ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കണു. പിന്നെ അടുത്ത മഴയ്ക്ക് മുമ്പേ എന്തായാലും നമ്മൾ ഈ വീഡിയോ അങ്ങ് നിർത്താൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, എന്തൊക്കെയോ കൊള്ളൊക്കെ പറഞ്ഞ് വെച്ചിട്ടേ ഉള്ളൂ. എന്നാലും നിങ്ങൾ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.